നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാതയിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. വഴിമാറിയത് വൻ ദുരന്തം. വയനാട്ടിൽ കർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവ ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. കടുവയെ പുത്തൂരിൽ എത്തിച്ചത് വനം വകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മുൻമന്ത്രി KP വിശ്വനാഥന്റെ 5ാം ഓർമ്മ ദിനത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കോടാലിയിൽ സർവകക്ഷി അനുസ്മരണ യോഗവും ഭരത പുനർജീവൻ ആശ്രമത്തിൽ സ്മരണാഞ്ജലിയും ഒരുക്കി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. വഴിമാറിയത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. സ്റ്റാൻഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയ KSRTC ബസിന്റെ പിറകിൽ ഇടിക്കാതിരിക്കാനായി പിറകിൽ വന്ന മിനി ലോറി ബ്രേക്ക് ഇട്ടത് കാരണം അതിന്റെ പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നർ ലോറിയുടെ ടയറുകൾ നീങ്ങാത്തത് മൂലം വാഹനം ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്നു. ഇതോടെ മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി. ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം മാറ്റിയത്. നിരന്തരം അപകടം സംഭവിക്കുന്ന ഇവിടെ സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ പുത്തൂരിൽ എത്തിച്ചത്. കടുവയുടെ മുഖത്ത് പരിക്കുള്ളതിനാൽ ആദ്യം ചികിത്സ നൽകുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. സുവോളജിക്കൽ പാർക്കിൽ കടുവയ്ക്ക് പ്രത്യേകം ഐസൊലേഷൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചികിത്സ നൽകിയ ശേഷമായിരിക്കും കടുവയെ ഐസൊലേഷൻ ക്യൂബിലേക്ക് മാറ്റുക. DFOയും RRT അംഗങ്ങളും സംഘത്തിലുണ്ടായിരുന്നു. 10 ദിവസത്തെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് സുൽത്താൻ ബത്തേരിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ കൂട്ടിലാക്കിയത്. കോളനി കവലയ്ക്ക് സമീപമുള്ള കാപ്പിത്തോട്ടത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച 5 കൂടുകളിൽ 1-ാം നമ്പർ കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. തിങ്കളാഴ്ചയും 115 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതോടെയാണ് മുൻകരുതൽ നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നത്. രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ 88.78% കേസുകളും കേരളത്തിലാണ്. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലവും കേരളമാണ്. കേരളത്തിൽ കേസുകൾ ഉയർന്നതിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ജാഗ്രത കർശനമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളിൽ 89.38% നിലവിൽ കേരളത്തിലാണുള്ളത്. പരിശോധന ശക്തമാക്കണം. ആൾക്കൂട്ടത്തിലൂടെ രോഗം പടരാതെ നോക്കണം. RT-PCR ആൻറ്റിജൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണം. പോസിറ്റീവ് സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധന നടത്തണം. രോഗവിവരങ്ങൾ കേന്ദ്രവുമായി പങ്കുവയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്രം നൽകിയത്. പുതുക്കിയ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സ്വകാര്യ ആശുപത്രികളെ അടക്കം ഭാഗമാക്കി മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്കയച്ച കത്തിൽ പറയുന്നു. മുൻമന്ത്രി KP വിശ്വനാഥന്റെ 5ാം ഓർമ്മ ദിനത്തിൽ ഭരത പുനർജീവൻ പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ സ്മരണാഞ്ജലി ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. സ്നേഹവിരുന്നടക്കമുള്ള പരിപാടികളാണ് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെന്നി ആന്റോ പാനോക്കാരൻ ചടങ്ങിൽ അധ്യക്ഷനായി. പോൾസൺ തെക്കുംപിടിക, ജോർജ് ഇടപ്പള്ളി, സുനിൽ മുളങ്ങാട്ടുകര, ബ്രദർ മാത്യു പുനർജീവൻ, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, മിനി ഡെന്നി, മാത്യു ഇലവെങ്കൽ, ലിസി ജോൺസൺ, ജോർജ് കുഴിക്കണ്ടം, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതും നമുക്കറിയാം. നമുക്ക് ഈ പഞ്ചായത്തിൽ മുഴുവൻ വെള്ളം കൊടുക്കുന്ന അയ്യപ്പക്കുന്ന് കുടിവെള്ള പദ്ധതി അദ്ദേഹത്തിന്റെ കാലത്ത് സ്ഥലം വാങ്ങി. ഞാൻ ആദ്യമായി ശ്രീ KP വിശ്വനാഥനെ കാണും. മലമ്പുഴപ്പള്ളി അസംഷൻ ഹൈസ്കൂളിലെ തന്നെ ഇവരെ ഒരുക്കും 2 സ്ഥലത്തുള്ളവരെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ
ജഡവും ആത്മാവും വേർപ്പെടും. പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി PK രാജൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PG ജയൻ, VS ശ്രീജിത്ത്, പ്രഭു ചാണാശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശാലിനി ജോയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹകരണത്തോടെ അളഗപ്പനഗർ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ഔഷധ സസ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സൗമ്യ ബിജു പുതിയ മഠത്തിലിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷനായി. വാർഡംഗം പ്രിൻസ് അരിപ്പാലത്തുകാരൻ, കാർഷിക വികസന സമിതി അംഗം രാധാകൃഷ്ണൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ സന്നിഹിതരായിരുന്നു. 6 ഹെക്ടറോളം സ്ഥലത്താണ് കുറുന്തോട്ടി, കച്ചോലം, ചിറ്റരത്ത എന്നീ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ശ്രീകൃഷ്ണപുരം ഗ്രൗണ്ട് റോഡിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് TN പ്രതാപൻ MP സ്വിച്ച് ഓൺ ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി, K ഗോപാലകൃഷ്ണൻ, അലക്സ് ചുക്കിരി, ജിമ്മി മഞ്ഞളി, PM ഹനീഫ, ഫൈസൽ ഇബ്രാഹിം, ഹരൺ ബേബി എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്തുമസ് അടുക്കുമ്പോൾ തലോർ മേൽപ്പാലത്തിന് താഴെ പുൽക്കൂടൊരുക്കുന്നത് പതിവാണ്. പൊള്ളാച്ചിയിൽ നിന്നുള്ള തമിഴ് സംഘങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്ന പുൽക്കൂടുകളാണ് ഇവിടെ ആവശ്യക്കാർക്കായി ഒരുങ്ങിയിരിക്കുന്നത്. ക്രിസ്തുമസ് കാലത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നാണ് വഴിയോരങ്ങളിൽ തമ്പടിച്ച് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും നിർമ്മിച്ചു വിൽക്കുന്ന തമിഴ് സംഘങ്ങൾ. ഇത്തവണയും ഇവർ പതിവ് തെറ്റിച്ചില്ല. തലൂർ മേൽപ്പാലത്തിന് താഴെയാണ് പൊള്ളാച്ചിയിൽ നിന്നുള്ള 20 പേരടങ്ങുന്ന സംഘം എത്തിയിരിക്കുന്നത്. ഈറ്റയും മുളയും വൈക്കോലും ഉപയോഗിച്ചുള്ള ചെറുതും വലുതുമായി വിവിധ വലിപ്പത്തിലുള്ള പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമാണ് ഇവർ നിർമ്മിക്കുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? நாங்கள் 15 வருஷமா இருந்து வர்றோம். இது கிறிஸ்மஸ்க்காக இயேசு இதுக்காக நாங்கள் வந்து செஞ்சிட்ருக்குறோம். ஆனால் அது வந்து நாங்கள் இதுக்கு முன்னையெல்லாம் வியாபாரம்லாம் நல்லா இதாக போயிட்டு இருந்துச்சு. இந்த கொரோனா 15 വർഷമായി തുടർച്ചയായി എത്താറുള്ള ഇവർക്ക് കോവിഡ് കാലം മുതൽ കച്ചവടം കുറവാണ്. ഇത്തവണയും കാര്യമായ കച്ചവടം നടക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ വർഷം എങ്ങനെയാണ് തുടങ്ങിയിട്ട് കച്ചവടം ഉണ്ടോ? ഇല്ല, കുറവാണ്. പിന്നെ ക്രിസ്മസ് അടുത്ത് വരുമ്പോൾ കൂടുതൽ കച്ചവടമാവും. വൈക്കോൽ മേഞ്ഞ കൂടുകളും പനമ്പ് മേഞ്ഞ കൂടുകളും നക്ഷത്രങ്ങളും ഇവർ തയ്യാറാക്കി നൽകുന്നുണ്ട്. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ മുളകൾ വാങ്ങുന്നത് പാലിയേക്കരയിൽ നിന്ന് തന്നെയാണ്. യുവജനങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ കുടുംബസഹിതമാണ് ഇവർ പുൽക്കൂടൊരുക്കാൻ എത്തിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ കൂടുകൾക്ക് 150 രൂപ മുതൽ 500 രൂപയും 600 രൂപയും, ഏറ്റവും വലിയ കൂടുകൾക്ക് 1000 രൂപ വരെയുമാണ് ഇവർ ഈടാക്കുന്നത്. ക്രിസ്തുമസ് ദിവസങ്ങൾ അടുക്കുമ്പോൾ കൂടുതൽ കച്ചവടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കാത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ലോകം മുഴുവൻ പ്രത്യാശയുടെ ഒരു ആഘോഷമാണ് എന്നതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉപജീവന മാർഗത്തിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിന് വേണ്ടി ഇവർ ഒരുക്കിയ പുൽക്കൂടുകൾ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള തലോർ ബൈപ്പാസിന് താഴെ ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ്. വീടുകളിൽ ക്രിസ്തുമസ് ഒരുക്കുന്നതിന് വേണ്ടി ഈ കൂടുകൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ ക്രിസ്തുമസ് ആഘോഷം കൂടുതൽ പ്രകാശപൂർണമാകുന്നത്, സന്തോഷകരമാകുന്നത്. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും പ്രവാസിയായ കോടാലി സ്വദേശി ദിവാകരനും ചേർന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ 100 കിടപ്പ് രോഗികളുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്തുമസ് ന്യൂ ഇയർ കേക്കുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് നഴ്സുമാരായ PA സിസിലി, KK ജീജ എന്നിവർക്ക് കേക്കുകൾ കൈമാറി. ചടങ്ങ് SI ദാസൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നിർധന കുടുംബാംഗത്തിന് വൃക്ക ദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകയും റിട്ടയർഡ് പ്രൊഫസറുമായ സിസ്റ്റർ റോസ് ആൻഡോ ക്രിസ്തുമസ് സന്ദേശം നൽകി. MTech പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ സാരഥി സുരേന്ദ്രനുള്ള ജനമൈത്രി പോലീസിന്റെ ഉപഹാരം ചടങ്ങിൽ SI ദാസൻ മുണ്ടയ്ക്കൽ സമ്മാനിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലിഹ്, ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, പാലിയേറ്റീവ് നഴ്സ് PA സിസിലി എന്നിവർ പ്രസംഗിച്ചു. ASI KT ത്രേസ്യ, സ്റ്റേഷൻ റൈറ്റർ GS, CPO PT ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കൊപ്പം കരുതലിന്റെ പാഠം നൽകി വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ.
ലോർഡ്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചെന്നായിപ്പാറ ദിവ്യഹൃദയാശ്രമം അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. ബുദ്ധിവൈകല്യം ബാധിച്ചവരും വൃദ്ധരുമായ സഹോദരങ്ങളോടൊപ്പം കേക്ക് മുറിച്ചും ക്രിസ്തുമസ് കരോളും പാട്ടും നൃത്തവുമായി സ്നേഹത്തിന്റെ പുതുലോകം തീർത്തു. കുട്ടികൾ സമാഹരിച്ച നിത്യോപയോഗ സാധനങ്ങളും പണവും ലോർഡ്സ് അക്കാദമി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കിടങ്ങൻ സ്ഥാപന അധികൃതർക്ക് കൈമാറി. PTA ഭാരവാഹികളായ ജോയ് മഞ്ഞളി, ജിത്തു പ്രവീൺ, KA അൽഫോൻസ, അധ്യാപികമാരായ സിനി തറയിൽ, ജെയിൻ ജോസ്, MP സംഗീത എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് ഭവന പദ്ധതി പ്രകാരം മുരിയാട് ഗ്രാമപഞ്ചായത്ത് 16 വാർഡ് കപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 4 വീടുകളുടെ സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ താക്കോൽദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KP പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ക്ഷേമകാര്യ സമിതി സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ്, ഭരണസമിതി അംഗം മണി സജയൻ, അംഗൻവാടി വർക്കർ ലജി, CDS അംഗം മഞ്ജു ശശികുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. 100 ദിനം 100 പരിപാടിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന വയോമന്ദസ്മിതം വയോജന ക്ലബ്ബുകളുടെ രൂപീകരണം ആരംഭിച്ചു. വേഴക്കാട്ടുകരയിൽ നടന്ന ആദ്യ ക്ലബ്ബ് രൂപീകരണം നടി സിജി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, പഞ്ചായത്ത് അംഗം മണി സജയൻ, ICDS സൂപ്പർവൈസർ അൻസ അബ്രഹാം, സുനിത മുരളി, സിന്ധു നാരായണൻകുട്ടി, ശോഭന, ശാന്തി എന്നിവർ പ്രസംഗിച്ചു. ബേബി ജോസഫ് പ്രസിഡന്റും കുമാരി ചാത്തുക്കുട്ടി കൺവീനറും വർഗീസ് അരിക്കാടൻ ട്രഷററുമായി 7ാം വാർഡിലെ വയോ ക്ലബ്ബ് രൂപീകരിച്ചു. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പാലിയേക്കര ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മാസം 26 വരെ മണ്ഡലം പാട്ടും 24, 25, 26 തീയതികളിൽ ലക്ഷാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് 23 വൈകിട്ട് 6:30 ക്ഷേത്ര നടപ്പുരയിൽ കുനിശ്ശേരി അനിലൻ മാരാരുടെയും 24 വൈകിട്ട് 6:30 ക്ഷേത്ര നടപ്പുരയിൽ പരക്കാട് തങ്കപ്പന്മാരാരുടെയും പഞ്ചവാദ്യവും 25 ഭക്തി പ്രഭാഷണവും 26 ദാരികവധം പാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ കൊടകര സജിയുടെ ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണൻ മാരാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കുമ്പ് കലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ സജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കല്ലുവഴി ബാബു, വിജിൽ R മേനോൻ, സുരേഷ് ശിവരാമൻ, അഭിജിത്ത് വിനയകുമാർ എന്നിവർ പ്രസംഗിച്ചു. കുരയ്ക്കില്ല കടിക്കില്ല, ഇനി റോബോ ഡോഗിന്റെ കാലമാണ്. മുപ്ലിയം ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് റോബോ ഡോഗും സാൻഡ് ബോട്ടും എത്തിയത്. മുപ്ലിയം ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ആസ്ത്ര 23 എന്ന പേരിൽ സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് റോബോട്ടുകളായ റോബോ ഡോഗും സാൻഡ് ബോട്ടും എത്തിയത്. യൂണിട്രിയുടെ Go1 എന്ന മോഡൽ റോബോ ഡോഗാണ് കൂടുതൽ പേരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. മണിക്കൂറിൽ 17 കിലോമീറ്ററിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന റോബോ ഡോഗിനെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. യുദ്ധമുന്നണികളിൽ മൈനുകൾ കണ്ടെത്താനും ഖനികളിലെ രക്ഷാപ്രവർത്തനത്തിനുമാണ് പ്രധാനമായും റോബോ ഡോഗിനെ ഉപയോഗിക്കുന്നത്. ഇത് ഡോഗ് ഫംഗ്ഷനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. നമുക്കിപ്പോൾ റെസ്ക്യൂ മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ കണ്ടെയ്നറുകൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് അവിടെ പോയിസിൻ്റെ അളവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അങ്ങനെയുള്ള, പിന്നെ മൈന് ഡിറ്റക്റ്റ് ചെയ്യാൻ മിലിറ്ററിയിൽ മൈൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി റഡാർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ 5 കിലോ വെയിറ്റ് വരെ നമുക്ക് താങ്ങാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഈ ടണലിലൊക്കെ ആൾക്കാർ പെട്ടുപോകുന്ന സമയത്ത് അവരെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 4 സെൻസർ ക്യാമറ ഉൾപ്പെടെ വരുന്നുണ്ട്. കണ്ണുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്ന് നമുക്കിപ്പോൾ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയോ ഇല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി കൺട്രോളർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓമനത്വം കൊണ്ടും മൾട്ടിമീഡിയ പ്രോഗ്രാമുകൾ കൊണ്ടും ആളുകളെ രസിപ്പിക്കുന്ന സാൻഡ്ബോട്ടായിരുന്നു മറ്റൊരു താരം. ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ ഇൻഫർമേഷൻ നൽകുന്നതിന് ഉപയോഗിക്കുന്ന സാൻഡ്ബോട്ട് കുറെ കൂടി പരിചിതമായ റോബോട്ടാണ്. ഷോപ്പിംഗ് മാളുകളിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും കുട്ടികളെ സന്തോഷിപ്പിക്കുന്നതിനും സാൻഡ്ബോട്ടുകളെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ റോബോട്ടിൻ്റെ പേര് സാൻഡ് ബോട്ട് എന്നാണ്.
അപ്പോൾ ഇത് ഇങ്ങനത്തെ റോബോട്ട്സ് സാധാരണ 2 പർപ്പസിനാണ് യൂസ് ചെയ്യുക. ഒന്ന് അഡ്വർടൈസ്മെൻറ്റിനും 2 എഡ്യൂക്കേഷണൽ പർപ്പസിനും. പിന്നെ നമുക്കിത് മാനുവലി ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഹാൻഡിൽ ചെയ്യാം. ഫോണിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ മേൽഭാഗത്തും സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ ബോഡിയിലും സെൻസേഴ്സ് ഉണ്ട്. മോസ്റ്റ്ലി അതിൻ്റെ ചുറ്റും നടക്കുന്ന മൂവ്മെൻറ്റ്സ് സെൻസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് സെൻസറിൽ കൂടെ സെൻസ് ചെയ്തിട്ട് അത് ഒബ്സ്റ്റക്കിൾസ് ഇല്ലാത്ത വഴി നോക്കി പോകാനാണ്. ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി ഇന്റർ കോളേജ് ഡാൻസ് മത്സരം, ഫാഷൻ ഷോ, മോട്ടോർ ഷോ, എയർക്രാഫ്റ്റ് എക്സിബിഷൻ എന്നിവയും ഉണ്ടായിരുന്നു. കൂടാതെ വിവിധ അക്കാദമിക് വിഷയങ്ങളിൽ സെമിനാറുകളും ശില്പശാലകളും പവലിയനുകളും വിവിധ കലാസാംസ്കാരിക പരിപാടികളും ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. കുരയ്ക്കില്ല, കടിക്കില്ല, ചങ്ങല വേണ്ട, നമ്മൾ എന്തു പറഞ്ഞാലും അതനുസരിക്കും, അല്ലേ? അതാണ് യൂണിട്രിയുടെ ഗോവൺ റോബോ ഡോഗിൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ ഒരുപാട് സവിശേഷതകളുമായിട്ടാണ് ഇഞ്ചക്കുണ്ടിലെ ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് തങ്ങളുടെ ടെക് ഫെസ്റ്റ് മനോഹരമാക്കിയിരിക്കുന്നത്. സാൻബോട്ടിനും റോബോ ഡോഗിനും അരികിൽ നിന്ന് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. അല്ലേ? കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ നടത്തുന്ന അപ്പർ പ്രൈമറി ഹിന്ദി അധ്യാപക ട്രെയിനിംഗ് യോഗ്യതയായ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 50% മുകളിൽ മാർക്കോടെ ഹിന്ദിയിലുള്ള +2 അല്ലെങ്കിൽ ഹിന്ദി BA പാസ്സായിരിക്കണം. ഉയർന്ന യോഗ്യതയും മാർക്കുമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 17 വയസ്സിനും 35 വയസ്സിനും മധ്യേ. ഡിസംബർ 31 മുൻപായി അപേക്ഷ ലഭിക്കണം. വിലാസം: പ്രിൻസിപ്പാൾ, ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട. ഫോൺ നമ്പർ 0473 4296 496. മൊബൈൽ നമ്പർ 8547 260228. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5740 രൂപയും പവന് 45,920 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിൽ പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. വഴിമാറിയത് വൻ ദുരന്തം. വയനാട്ടിൽ കർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവ ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. കടുവയെ പുത്തൂരിൽ എത്തിച്ചത് വനം വകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മുൻമന്ത്രി KP വിശ്വനാഥന്റെ 5ാം ഓർമ്മ ദിനത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കോടാലിയിൽ സർവകക്ഷി അനുസ്മരണ യോഗവും ഭരത പുനർജീവൻ ആശ്രമത്തിൽ സ്മരണാഞ്ജലിയും ഒരുക്കി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.